സമയമാണ്. കടുത്ത വെയിൽ വിയർത്ത് നനഞ്ഞിരിക്കുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഒരാലമരത്തിനടിയിൽ നിൽക്കുകയായിരുന്നു. എടാ മോനെ, ഈ കൊല്ലം സൂര്യന്റെ വെയിൽ നെരുപ്പ് പോലെയാണ് ഉള്ളത്. ശ്വാസിക്കുന്നത് പോലും കഷ്ടമായിട്ടുണ്ട്. ശരിയാണ് മുത്തച്ഛ. എനിക്ക് എന്നാ തോന്നുന്നു വെച്ചാൽ ഇപ്രാവശ്യം വെയിൽ പാവപ്പെട്ടവരുടെ ജീവിതം തന്നെ എടുക്കും. വീട്ടിന്റെ അകത്തേക്ക് പോയാൽ തന്തൂരി പോലെ ഉണ്ട്. പുറത്ത് വന്നാൽ ഏതും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഫാനുമില്ല, കൂളറുമില്ല. എല്ലാവരുടെ തലയും വെയിൽ കൊണ്ട് പൊള്ളുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. താക്കൂർ സാറിന്റെ വീട്ടിൽ കറണ്ടും ഉണ്ട്. പിന്നെ അവരുടെ അടുത്ത് വലിയ കൂളറും ഉണ്ട്. നമ്മൾ അവരുടെ അടുത്ത് സഹായം ചോദിച്ചാലോ? ശരിയാണ് പറയുന്നത് മോഹൻ. താക്കൂർ സാർ നമ്മളുടെ കഷ്ടം മനസ്സിലാക്കണം. ശരി, വാ, ചെന്ന് അവരുടെ അടുത്ത് സംസാരിച്ചു നോക്കാം. ടാഗോർ പ്രതാപ് സിംഗിന്റെ കൊട്ടാരത്തിനകത്ത് AC ഓടിക്കൊണ്ടിരുന്നു. വേലക്കാരൻ വീശറി വീശിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രുക്മിണി തണുത്ത മോര് കുടിക്കുന്നുണ്ടായിരുന്നു. മകൾ രശ്മി പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോഴാണ് കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. ചെന്ന് എവരാ നിന്ന് കാണ്. ഇത്രയും വെയിലിൽ എവരാണ് പുറത്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേലക്കാരൻ വീട്ടിലെ കതക് തുറന്നു. അവിടെ ഗ്രാമത്തിലെ ജനങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. മോഹൻ എല്ലാവരുടെയും മുൻപിലായി നിൽപ്പുണ്ടായിരുന്നു. മുതലാളി, ഗ്രാമത്തിലെ ജനങ്ങൾ നിങ്ങളെ കാണാനായി വന്നിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങളോ? ഇപ്പോഴെന്താണ് പ്രശ്നം? വരാൻ പറയ്. ഗ്രാമത്തിലെ ജനങ്ങൾ അകത്തേക്ക് വന്നു. AC-യുടെ തണുത്ത കാറ്റ് വിയർപ്പ് നനഞ്ഞ അവരുടെ ശരീരത്തിൽ കൊണ്ടു. പക്ഷേ ടാഗോറിന്റെ കണ്ണുകളിൽ അവരുടെ കഴിവുകേട് കണ്ട് യാതൊരു വിഷമവും തോന്നിയില്ല. താക്കൂർ മുതലാളി, ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ഉള്ളത്. ഈ പ്രാവശ്യം വെയില് വളരെ മോശമായിട്ടുണ്ട്. ഈ കടുത്ത വെയിൽ കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫാനോ അല്ലെങ്കിൽ കൂളറോ റെഡിയാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കല്പം സമാധാനം കിട്ടും. പാവപ്പെട്ടവർക്ക് ഇപ്പോൾ കൂളർ വേണോ? എന്താ കളി ചെയ്യുന്ന? താക്കൂർ മുതലാളി, ഞങ്ങൾ പാവപ്പെട്ടവരായും ഞങ്ങൾക്കറിയാം. പക്ഷേ മനുഷ്യരായത് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ലേ? എടാ മോഹൻ, നീ ഒരു മണ്ടനാണ്. പാവപ്പെട്ടവരുടെ അടയാളം തന്നെ അവർ കഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ എല്ലാവരും അധ്വാനിക്കുന്ന ആളാണ്. വെയിൽ സഹിക്കുന്നത് സഹിച്ചോളൂ. പക്ഷേ താക്കൂർ മുതലാളി, ഞങ്ങളുടെ വീടുകളിൽ കറണ്ട് പോലും ഇല്ല. കറണ്ട് ആണോ? എടാ, നിങ്ങൾ എല്ലാവരും ദിവസം തോറും ഭിക്ഷ എടുക്കുന്നതാണ്. അധ്വാനിക്കൂ, കാശുണ്ടാക്കൂ, അതിനുശേഷം എന്തെങ്കിലും വാങ്ങിച്ചോളൂ. ഇങ്ങനെ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ഏതൊരു സ്ഥാനവുമല്ല. ഗ്രാമത്തിലെ ജനങ്ങൾ മാറി മാറി വളരെ വിഷമത്തോടു കൂടി നോക്കി. പക്ഷെ ആർക്കും ഒന്നും മിണ്ടാനായില്ല. മോഹൻ തന്റെ കൈകൾ മുറുക്കി. പിന്നെ തന്നെ അദ്ദേഹം തന്നെ സമാധാനിപ്പിച്ചു. ശരി താക്കൂർ മുതലാളി, ഞങ്ങൾ തന്നെ ഞങ്ങളെ സഹായിച്ചോളാം. ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ വിഷമത്തോടെ അപമാനിക്കപ്പെട്ട് അവിടെ നിന്നും പോയി. എനിക്ക് മുൻപേ തന്നെ അറിയും ആ താക്കൂർ ഏതും ചെയ്തിട്ടില്ല എന്ന്. അല്ല, ഞാൻ തോൽവി സമ്മതിച്ചിട്ടില്ല. ഒരു പക്ഷെ നമ്മളുടെ അടുത്ത് കാശ് ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്താണ്? നമ്മളുടെ അടുത്ത് അധ്വാനവും ബുദ്ധിയും ഉണ്ട്. നമ്മൾ ഈ വെയിലിൽ നിന്ന് തപ്പിക്കാനുള്ള വഴി നമ്മൾ തന്നെ നോക്കും. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ആശ്ചര്യത്തോടെ നോക്കി. ആ തിളയ്ക്കുന്ന വെയിലത്ത് മോഹൻ തറയിലിരുന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളും അദ്ദേഹത്തിന് അടുത്തിരിക്കുകയായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ദുഃഖം മാത്രമാണ് എഴുതിയുള്ളത്. ഇല്ലേ മുത്തശ്ശ? തീർച്ചയായും നമ്മളെ കൊണ്ട് നമ്മൾ കുടിസേനെ കൂളിംഗായി മാറ്റാൻ പറ്റും. അതിന് നമ്മൾ കുറച്ച് അധ്വാനിക്കണം. മോഹൻ മുളകൾ, പിന്നെ ഈന്തപ്പനയുടെ ഓലകൾ, പിന്നെ നാണൽകളും ശേഖരിച്ചു. മോഹനേട്ടാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നോക്ക് ചമ്പ, ഇവിടെ ഉള്ള ഈന്തപ്പന ഓലകൾ പിന്നെ നാണൽകൾ ഉണ്ടല്ലോ, ഇതിനെ വെച്ചിട്ട് ഞാൻ ഒരു കൂളർ ചെയ്യാൻ പോവുകയാണ്. ചേടാ, ഇതിൽ എങ്ങോട്ട് നിന്ന് തണുപ്പ് വരും? നോക്ക്, ഞാൻ ഇതിനെ വീട്ടിന്റെ ജനലിൽ വയ്ക്കും. അതിനുശേഷം ഇതിൽ ദിവസം വെള്ളമൊഴിക്കും. കാറ്റ് ഇതിൽ കൂടി വരുമ്പോഴേക്ക് അത് തണുത്തതായി മാറും. തീർച്ചയായും ഇത് കൂളർ പോലെ ഉണ്ടാവും. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അതിശയത്തോടെ നോക്കി. മോഹൻ തിര ജനാലയിൽ ഘടിപ്പിച്ചു. എന്നിട്ട് അതിൽ വെള്ളം നനച്ചു. പതുക്കെ പതുക്കെ വീട്ടിനകത്ത് തണുപ്പ് വരുന്നത് അറിയാൻ സാധിച്ചു. എല്ലാരും വളരെ സന്തോഷിച്ചു. കൊള്ളാമല്ലോ, ഇത് ശരിക്കും നന്നായിട്ട് പണി ചെയ്തിട്ടുണ്ട്. മോഹൻ കുരയുടെ പുറത്തു കയറി മണലും കാഞ്ഞുപോയ കൂളമും ഇട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ താഴെ നിന്നുകൊണ്ട് ഇതൊക്കെ നോക്കി. മോനെ മോഹൻ, നീ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മളുടെ കൂരയിനെ കൂളിംഗായി വെക്കാനുള്ള വഴിയാണ്. സൂര്യന്റെ വെപ്പം ഉയരുമ്പോൾ കൂര ചൂടായി പോകുന്നു. അത് കാരണമാണ് വീട്ടിന്റെ അകത്തും ചൂടായി ഉള്ളത്. പക്ഷെ ഞാൻ മണ്ണിനെ ഇതുപോലെ ചെയ്ത് ഇങ്ങനെ വെച്ചാൽ ആ ചൂടിനെ ഇത് ഏൽക്കും. പിന്നെ വീട്ടിനകത്ത് തണുത്തിരിക്കും. മോഹൻ മുഴുവൻ കൂരയും
മണ്ണുകൊണ്ട് പൂശി. വൈകുന്നേരം സൂര്യൻ മറഞ്ഞപ്പോൾ അപ്പോൾ വീട്ടിനകത്ത് തണുത്ത കാറ്റ് ഉണരാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ അതിശയിച്ചു പോയി. മോഹൻ ഒരു വലിയ മൺപാന കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ മുകളിൽ ഒരു തുണി കെട്ടി. കുറച്ച് ഗ്രാമത്തിലെ ജനങ്ങൾ അടുത്തു നിന്നുകൊണ്ടിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മോഹനേട്ടാ? നോക്ക്, ഈ മൺപാന് വെള്ളത്തിനെ തണുപ്പായിട്ട് വെച്ചോളും. ഒരു പക്ഷേ ഞാൻ ഇതിൽ തുണി ചുട്ടി വെച്ചാൽ ഇതിന് മേലെ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നാൽ അപ്പോൾ കാറ്റ് ഇതിൽ പറ്റ് തണുത്തതായി മാറും. ഇതും ഒരു കൂളർ പോലെ തന്നെയാണ് പണി ചെയ്യുക. സമയം ഉച്ചയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ആലമരത്തിനടിയിൽ വന്ന് ഇരുന്നു. മരത്തിൽ നിന്നും വന്ന തണുത്ത കാറ്റ് എല്ലാവർക്കും ആശ്വാസം നൽകി. കൊള്ളാമല്ലോ, ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ളതേക്കാളും വളരെ തണുപ്പായിട്ടുള്ളത്. അതേ മുത്തശ്ശ, എപ്പോഴേക്കും വീട് ചൂടായിട്ടുള്ളതോ അപ്പോൾ നമ്മൾ പകലിൽ ചില സമയം ഇങ്ങോട്ട് ഇരിക്കാം. അതുകൊണ്ട് നമ്മൾ വെയിലിൽ നിന്ന് തപ്പിക്കാം. മോഹന്റെ ജനാല കതകുകളിൽ തണുത്ത ബെഡ്ഷീറ്റ് തൂങ്ങിക്കിടന്നു. അതുമൂലം തണുത്ത കാറ്റ് വീട്ടിലേക്ക് വന്നു. മോഹനേട്ടാ, ഈ തണുത്ത ബെഡ്ഷീറ്റ് എന്തിനാ ഇട്ടിരിക്കുന്നത്? കാറ്റ് ഇതുവഴി കൂടി വരുമ്പോൾ തണുത്തതായി മാറും. അത് കാരണം വീട്ടിന്റെ അകത്തുള്ള ചൂട് കുറഞ്ഞു പോവും. ഗ്രാമത്തിലെ ജനങ്ങൾ ഈ രീതി ഉപയോഗിച്ചു. പതുക്കെ പതുക്കെ ഗ്രാമത്തിൽ തണുപ്പ് അനുഭവിക്കാൻ തുടങ്ങി. കടുത്ത വെയിലായിരുന്നു. സൂര്യൻ തിളയ്ക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ എസിയും കൂളറും നിന്നുപോയി. കാരണം കറണ്ട് പോയി. ടാഗോർ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രുക്മിണി, അദ്ദേഹത്തിന്റെ മകൾ രശ്മി വിയർത്ത് കുളിച്ച് സമാധാനമില്ലാതിരുന്നു. ഈ കറണ്ട് ഉണ്ടല്ലോ, അത് എപ്പോൾ വരുമെന്ന് അറിയില്ല. എസിയും കൂളറും ഇല്ലാതെ ജീവിതം തന്നെ കഷ്ടമായി പോകുന്നു. അകത്ത് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. തന്തൂരി അടുപ്പിലിരിക്കുന്നത് പോലെ തോന്നുന്നു. അച്ഛാ, വെയിൽ സഹിക്കാനാകാതെ എനിക്ക് അസുഖം പിടിക്കുന്നു. വളരെ പേടിയാകുന്നു. മുതലാളി, ഗ്രാമത്തിലെ പാവപ്പെട്ടവരുടെ അവസ്ഥ ഇപ്പോൾ നമ്മളെക്കാട്ടും നന്നായിട്ടുണ്ട്. മണ്ടത്തരം നിർത്ത്. വെയിലിൽ നിന്ന് തപ്പിക്കാം അവരുടെ അടുത്ത് എന്താണുള്ളത്? അച്ഛാ, ഞാൻ മോഹൻ മാമന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കാൻ പോകുന്നു. അവർ ഈ കടുത്ത വെയിലത്ത് എങ്ങനെയാണ് താമസിക്കുന്നത്? രശ്മി കൊട്ടാരത്തു നിന്നും പുറത്തു വന്നു. വരുന്ന വഴിയിൽ അടിക്കുന്ന ആ വെയിൽ അവളെ വല്ലാതെ കഷ്ടപ്പെടുത്തി. അവൾ മോഹന്റെ വീട്ടിലേക്ക് വന്നെത്തി. അത് കണ്ട് അവൾ അതിശയിച്ചു പോയി. വീട്ടിനകത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മൺപാനയിൽ തണുത്ത വെള്ളമുണ്ടായിരുന്നു. ഓല പിന്നെ കൂളം കൊണ്ട് ചെയ്ത പുതിയ കൂളറിൽ നിന്നും തണുത്ത കാറ്റ് വന്നുകൊണ്ടിരുന്നു. മോഹൻ തന്റെ ഭാര്യയോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ എങ്ങനെയാ ഇത്ര തണുപ്പായിരിക്കുന്നേ? ഇതെല്ലാം എങ്ങളുടെ അധ്വാനത്തിന്റെ ഫലനാണ്. പക്ഷേ എസി കൂളർ ഇല്ലാതെ ഇത്രയും തണുപ്പോ? ഞങ്ങൾ ഓലയും കൂളമും ജനാലയിൽ അടച്ചു വെച്ചിരിക്കുന്നു. അതുമൂലം തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നു. പിന്നെ വീട്ടിന്റെ കൂരയിൽ കൂളം വിരിച്ച് മണൽ മുകളിൽ പൂശിയിരിക്കുന്നു. അതുകൊണ്ട് വെയിൽ അകത്തേക്ക് വരില്ല. ഇത് കണ്ടോ, മൺപാന. ഇതിൽ എപ്പോഴും തണുത്ത വെള്ളം കിട്ടും. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, പക്ഷെ ഇത്രത്തോളം സമാധാനമില്ല. രശ്മി വേഗം തന്റെ വീട്ടിലേക്ക് തിരികെ വന്നു. വീടിനകത്ത് ടാഗോർ വിയർത്ത് നനഞ്ഞിരുന്നു. അച്ഛാ, ഞാൻ മോഹന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നല്ല മഴ പെയ്തതുപോലെ നല്ല തണുപ്പായിരുന്നു. എന്താ, എസിയും കൂളറും ഇല്ലാതെയോ? അതെ അച്ഛാ, മോഹനും ഗ്രാമത്തിലെ ജനങ്ങളും പുതിയ കൂളർ വെച്ചിരിക്കുന്നു. ഈന്തപ്പനയുടെ ഓലയും പിന്നെ നാണൽകളും പിന്നെ മണൽക്കൂര, മൺപാന കൊണ്ടുള്ള കൂളർ. ഇത്രയും വലിയ വീട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമോ? നമ്മൾ വളരെ തെറ്റ് ചെയ്തു പോയെന്ന് തോന്നുന്നു. കാശാണ് എല്ലാം എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചു. പക്ഷേ ശരിക്കുള്ള സന്തോഷം ഈ പാവപ്പെട്ടവരുടെ അടുത്താണുള്ളത്. ചെല്ലു, ഗ്രാമത്തെ ആൾക്കാരനെ വിളിച്ചു കൊണ്ടുവാ. ഞാൻ എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കണം. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ചേർന്ന് കൊട്ടാരത്തിലേക്ക് വന്നു. മോഹനും വന്നു. ഞാൻ നിങ്ങൾ എല്ലാവരെയും തെറ്റായി വിചാരിച്ചു പോയി. ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ പാവപ്പെട്ടവര് കഷ്ടപ്പെടാൻ മാത്രമാണെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ ഇന്ന് പഠിപ്പിച്ചു. കാശ് ഒന്നുമില്ല, അധ്വാനമാണ് എല്ലാമെന്ന്. എന്നോട് ക്ഷമിക്കണം. താക്കൂർ മുതലാളി, ക്ഷമ ചോദിക്കുന്നതിനേക്കാളും വലിയ കാര്യം ഗ്രാമത്തെ ജനങ്ങളെ നിങ്ങൾ സഹായിക്കണം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകൾക്കും സഹായം ചെയ്ത് തണുപ്പിന് വേണ്ടി ഏർപ്പാട് ചെയ്യും. അതുകൊണ്ട് ഈ വെയിൽ കാലത്തിൽ എവർക്കും ഒരു പ്രശ്നവും വരില്ല. മോഹനും ടാഗോറും മാറി മാറി നോക്കി പരസ്പരം മനസ്സിലാക്കി നല്ല മര്യാദയോടുകൂടി